ഞാൻ നിങ്ങളൊരു കാര്യം പറയട്ടെ. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പോകുന്നതിന് മുമ്പ് നെഗറ്റീവ് പറയാനായിട്ട് ഒരുപാട് പേര് നമ്മുടെ ചുറ്റിനുണ്ടാവും. അതങ്ങനെയാണ്. എൻ്റെ ഒരു ഫ്രണ്ട് കഴിഞ്ഞ ദിവസം എന്നോട് വന്നൊരു കാര്യം പറഞ്ഞു. കാര്യം എന്ന് വെച്ചാൽ അവൻ്റെ ജോലിയൊക്കെ അവൻ റിസൈൻ ചെയ്തിട്ട് ഒരു ബിസിനസ്സൊക്കെ തുടങ്ങാൻ വേണ്ടി നിൽക്കുമെന്ന് പറഞ്ഞു. ആ സമയത്ത് അവൻ എന്നോട് വന്നൊരു ഒപ്പീനിയൻ ചോദിച്ചു, എന്താ നിന്റെ അഭിപ്രായം? ഞാൻ പറഞ്ഞ നല്ല കാര്യമാണ്, നീ തുടങ്ങുക, നല്ലൊരു കാര്യം ഇല്ലെന്ന് ഞാൻ പറഞ്ഞു. ഉടനെ ഇവൻ എന്നൊരു കാര്യം പറഞ്ഞു. അപ്പം പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ, എടാ മറ്റുള്ളവരൊക്കെ പറയുന്നുണ്ട് വേണ്ട, ശരിയാവില്ല, പൊട്ടിപ്പോകും, എന്നെ കൊണ്ട് പറ്റണ കാര്യമല്ല അതൊന്നും, എന്തിനാ വെറുതെ വയ്യാത്ത പണിക്ക് നിൽക്കണേന്നൊക്കെയാണ് ഇവരോട് പറയുന്നത്. ഇതാണ് അവൻ എന്നോട് പറഞ്ഞത്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ നിങ്ങൾ ചുറ്റിനുള്ളവരെ നിങ്ങൾ നന്നായി കാണുമെന്ന്, അല്ലെങ്കിൽ നിങ്ങൾ നല്ലത് മാത്രം പറഞ്ഞു നടക്കുന്നവരാണ് നിങ്ങൾ ചുറ്റിനുള്ളവരെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? മനുഷ്യരങ്ങനെയാണ്. ഒരാളെ നല്ലത് പറഞ്ഞില്ലെങ്കിലും നെഗറ്റീവ് പറയാണ്ട് ആരും ഇരിക്കത്തില്ല. ഒരു കാര്യം ഓർക്കുക, ആരുടെങ്കിലും ഒരാളുടെ വാ മൂടിക്കെട്ടാൻ നോക്കിയാൽ എല്ലാവരുടെയും വാ മൂടിക്കെട്ടേണ്ടി വരും. അത് നമ്മളെ കൊണ്ട് പറ്റത്തില്ല. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്ത് മുന്നോട്ട് പോവുക. അവരെന്തുകൊണ്ടാണ് ഇങ്ങനെ പറയണമെന്നറിയോ? അവർക്ക് ഇതൊക്കെ സ്വന്തമായിട്ട് ചെയ്യാനായിട്ട് ഒരു കോൺഫിഡൻസ് ഇല്ലാത്ത കൊണ്ടാണ് അവരിങ്ങനെ പറയുന്നത്. കൂടെയുള്ളവരെ ഇതൊക്കെ ചെയ്യുന്ന കാണുമ്പോൾ അവർക്ക് കൊള്ളും, സ്വാഭാവികം. അതുകൊണ്ടാണ് അവരിങ്ങനെയൊക്കെ പറയുന്നത്. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. നെഗറ്റീവായിട്ടുള്ള മനുഷ്യരെ, നെഗറ്റിവിറ്റിയെ തന്നെ നമ്മുടെ ലൈഫിനകത്ത് മാറ്റുന്നതാണ് നമുക്ക് നല്ലത്. നമ്മുടെ ലൈഫിനെ കുറച്ചുകൂടെ പോസിറ്റീവായിട്ട് കാണാനായിട്ട് പഠിക്കുക. മനസ്സിലായോ? നമുക്ക് ഒരാളോട് ഒരു അഡ്വൈസ് ചോദിക്കാം. നമ്മുടെ ലൈഫിൽ ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് മറ്റുള്ളവരോട് പറയരുത്. ഇവരെന്ത് ചിന്തിക്കും, ഇവരെന്ത് പറയും എന്നുള്ള ചിന്ത തന്നെ എടുത്ത് മാറ്റുക. ഇഷ്ടമുള്ളത് നിന്നെ ജഡ്ജ് ചെയ്യുന്നവര് ജഡ്ജ് ചെയ്യട്ടെ. ആരെയും ജഡ്ജ് ചെയ്യാൻ പോവാണ്ടിരുന്നാൽ മതി.